ഹലോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചിറയൻകീഴ് നമ്മുടെ പെരുമാതുറ സൈഡിലാണ്. നല്ല സൂപ്പർ മഴയാണ്. മഴ സമയത്തൊക്കെ ബീച്ചിലൊക്കെ വരാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു രസമുള്ള കേസാണ്. ഈ ബീച്ച് വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എനിക്ക് പെട്ടെന്ന് വരാൻ പറ്റുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഈ പെരുമാതുറ ചിറയൻകീഴ് ആ റോഡ് വഴിയാണെങ്കിൽ നമുക്ക് അങ്ങ് ട്രിവാൻഡ്രം വേളി വരെ പോകാൻ പറ്റും. വേളിയല്ല, ലാസ്റ്റ് ശംഖുമുഖം വരെ പോകാൻ പറ്റുന്ന റോഡാണ്. ഇപ്പോൾ ബീച്ചിലൊക്കെ പോകാൻ ഒരുപാട് ആൾക്കാർക്ക് താല്പര്യം തോന്നും, മഴയാണല്ലോ. അപ്പോൾ ഭയങ്കര രസമാണ് ഇങ്ങനെ നോക്കി നിൽക്കാൻ കടലിൽ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് 5 തെങ്ങ് കോട്ടയുടെ ആ ഒരു ഭാഗം വഴിയാണ്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് 5 തെങ്ങ് കോട്ട. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ കാണുന്നത് 5 തെങ്ങ് ലൈറ്റ് ഹൗസാണ്. വൈകുന്നേരം മാത്രമേ കണ്ടത് ഇത് ഓപ്പണാവും. ഈ കാണുന്ന 5 തെങ്ങ് കോട്ടയാണ്. ഞാൻ മുമ്പ് ഇവിടെ വന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനെ കൊണ്ട് കയറുന്നില്ല. അതിനകത്ത് ഫോട്ടോഷൂട്ടോ പരിപാടി എന്തൊക്കെയോ നടക്കുവാണ്. അപ്പോൾ ഞാൻ മുന്നോട്ട് പോവാണ് കേട്ടോ. ഇവിടെയൊക്കെ നേരത്തെ കല്ല് കെട്ടൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ കംപ്ലീറ്റ് ഭിത്തിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ നല്ല രീതിയിൽ കടലടിച്ച് കയറുന്ന സ്ഥലം. അവിടെ നോക്കിയാൽ ഫ്രണ്ട് നോക്കുമ്പോൾ അറിയാം. റൈറ്റ് സൈഡ് ഫുള്ളിങ്ങനെ കടൽ വളരെ വിഷയമായിട്ട് കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇതുണ്ടോ, ഫ്രണ്ടൊക്കെ ഫുള്ളിങ്ങനെ കടലടിച്ച് കയറി. ഇവിടെയൊക്കെ വീടോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അതൊക്കെ പോയി. ഇതൊക്കെ കുറച്ച് കൊല്ലങ്ങളായിട്ട് ഇങ്ങനെ പൊളിഞ്ഞ് കിടക്കുകയാണെന്ന് തോന്നുന്നു. ഏതായാലും പുറകിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കടൽ ഒരു രക്ഷയില്ല, അടിച്ച് പറപ്പിക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ സംരക്ഷണ ഭിത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ അടുത്ത് എന്തൊക്കെ റിപ്പയറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ കാണാം കറക്റ്റായിട്ട്. ആ തിരമാലയൊക്കെ ഇങ്ങ് അടിച്ച് കയറാം. ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ കടലടിച്ച് കയറി വലിയ വിഷയങ്ങളിലാണ്. കണ്ടോ, പോകുന്ന വഴിക്കുള്ള പെരുമാതുറയിലെ കാഴ്ചകളാണ്. ഇനി അങ്ങോട്ടുള്ള കുറച്ച് ബീച്ചിലൂടെയൊക്കെ നമുക്ക് കാണാം. മുന്നിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതാ ഇവിടെയൊക്കെ വിഷയമാണ് കേട്ടോ. ഇവിടെയൊക്കെ കുറേ വീടുണ്ടായിരുന്നു. ഇനി അപ്പുറത്തോട്ടൊക്കെ ആൾ താമസമുള്ള വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ വലിയ വിഷയമാണ്. ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ നിലവിലത്തെ അവസ്ഥ. തീരെ അടിക്കുന്നതിനൊന്നും ഒരു കണക്കില്ല. അമ്മാതിരി പവറിലടിക്കുകയാണ്. മഴ ജസ്റ്റ് ഒന്ന് തോന്നിക്കേട്ടെ. ഈ ഒരു സമയത്ത് മഴയില്ല. അതിനെ കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നു നോക്കിയത്. എനിക്ക് കുറച്ച് കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട് വരുന്നതിന്. നിൽക്കത്തില്ല, ഭയങ്കരമായിട്ട് ചൂളി അടിച്ചുകൊണ്ടിരിക്കുക.
ബീച്ചിലോട്ടൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ. നമ്മളിനി പോകുന്നത് പെരുമാതുറ കറക്റ്റ് ബീച്ചിൻ്റെ ആ ഒരു ഭാഗത്തോട്ടാണ്. ഇവിടെ നമ്മളിങ്ങനെ വരുമ്പോഴേ ഈ സൈഡ് വീടുകളിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഈ ഉണക്കമീനില്ല, ഉണക്കമീൻ കച്ചവടം ചെയ്യുന്ന ഒരുപാട് പേര് നമുക്ക് ഇവിടെ പല സ്ഥലങ്ങളിലും കാണാം. നല്ല ഫ്രഷ് സാധനമാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ റോഡ് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് നമുക്ക് മാന്യമായിട്ട് വലിയ കുലിക്കൊന്നുമില്ല. അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഷോക്ക് അബ്സർ പോയിരിക്കും. ഇത് പഴയ മോഡലായതുകൊണ്ട് ഷോക്ക് അബ്സർ അങ്ങനെ പെട്ടെന്ന് കിട്ടത്തില്ല. ഞാനിങ്ങനെ നിറങ്ങിക്കൊണ്ടിരിക്കുക. നമ്മൾ യാത്ര ചെയ്ത് പെരുമാതുറ പാലം കയറാനായിട്ട് പോവാണ്. അങ്ങനെ നമ്മൾ പെരുമാതുറ പാലത്തിൻ്റെ മുകളിലോട്ട് കയറുവാണ്. നമ്മുടെ തുമ്പ ബീച്ചിലുള്ളത്. തുമ്പ ബീച്ചൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയോ എന്താ അവസ്ഥ എന്നറിയാലോ. പിന്നെ കുറേ ഏരിയകളുണ്ട് ഇങ്ങനെ ജസ്റ്റ് ആൾക്കാർ കയറുന്ന ബീച്ച് സൈഡുകൾ. പിന്നെ റോഡ് അടിപൊളിയാട്ടോ കേട്ടോ. ഇത് റോഡെന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. അങ്ങനെ ഊണ് കഴിപ്പ് കഴിഞ്ഞു കേട്ടോ. ഈ ചെറിയ ഹോട്ടലിൽ നിന്നാണ് ഊണ് കഴിച്ചത്. അപ്പോൾ നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. ബീച്ച് റോഡേ വന്നിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഞാൻ വന്ന ഓപ്പോസിറ്റ് സൈഡിലോട്ട് നിൽക്കണം കേട്ടോ. അവിടെ വന്നപ്പോൾ ഒരു ബീച്ചും സംഭവങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് അങ്ങോട്ട് കയറി നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ വന്ന വഴിക്ക് ഇതേ കണക്കത്തെ ഒരു ചർച്ചൊക്കെ ഉണ്ട് കണ്ടോ. ഒരു പഴയ ചർച്ചാണെന്ന് തോന്നുന്നു. ഈ ചർച്ചിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഇടത്തേക്ക് മുന്നിലൂടെ ഒരു റോഡ് അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതാ ഇവിടെ വീട്ടിലെ ഊണെന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ വെച്ചേക്കുന്നത്. ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് വന്നെങ്കിൽ ഇവിടെ കയറോളായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ബോർഡ് കാണുന്നത്. വരുന്ന വഴിക്കൊന്നും ഇങ്ങനെ ഒരു ബോർഡ് കണ്ടില്ല വീട്ടിലെ ഊണെന്നും പറഞ്ഞ്. കുഴപ്പമില്ല, ഞാൻ കയറിയ സ്ഥലത്തും വലിയ കുഴപ്പമില്ലാത്ത ഊണൊക്കെ ആയിരുന്നു കേട്ടോ. 70 രൂപയുള്ളൂ ജസ്റ്റ് ഒരു ഊണ് കഴിക്കാം. വേറെ ബീച്ചാണെന്നുള്ളതാണ്. കുറേ പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ. കാറിലൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വന്നിരിക്കുകയാണ്. സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നായിരിക്കും. കുറേ പയ്യന്മാരാണ്. പിള്ളേരന്മാരൊരു പഴയ സ്കോഡയിലൊക്കെ വന്നേക്കാണ് കേട്ടോ. ഏതോ വലിയൊരു ടീം അതിനകത്തുണ്ട് അവരുടെ കൂടെ. ജസ്റ്റ് വണ്ടി കൂടെ വെച്ചിട്ട് 1-2 മിനിറ്റ് ഒന്ന് കറങ്ങിയിട്ടങ്ങ് പോവാം. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഈ ബീച്ചിൻ്റെ പേരാണ് സെൻറ്റ് ആൻഡ്രൂസ് ബീച്ച് എന്നാണ് പറയുന്നത് കേട്ടോ.
ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഏതായാലും ബീച്ച് ഒരു രക്ഷയില്ല കേട്ടോ, അടിച്ച് കലി തുള്ളി കിടക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ടാണ് തുമ്പ ബീച്ചൊക്കെ ഉള്ളത്. ഫുള്ളായിട്ട് ഇങ്ങനെ അടിച്ച് കലി തുള്ളി കിടക്കുവാണ്. ഒരു രക്ഷയും ഇല്ലാത്ത രീതിയിലുള്ള പവറാണ്. അപ്പോൾ ഈ ബീച്ച് കണ്ടേക്കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. കൊള്ളാം, സൂപ്പർ ബീച്ചാട്ടോ. അപ്പോൾ ഈ ബീച്ച് മറക്കണ്ട, സെൻറ്റ് ആൻഡ്രൂസ് ബീച്ചാട്ടോ. ഗൂഗിൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ സംഭവം കിട്ടും. അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും. ഈ ബീച്ച് ഒരു ഡെവലപ്മെൻറ്റിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ആംബിയൻസ് ഉള്ള. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തായിട്ട്, കുറച്ചുകൂടെ അപ്പുറത്തായിട്ട് തുമ്പ ബീച്ചുണ്ട്. അപ്പോൾ തുമ്പ ബീച്ചിലൂടെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിക്കുകയാണ്. അതൊരു കിടിലം ബീച്ചാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് റീൽസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു ബീച്ചിൽ കൂടെ പോയി നോക്കാം. എന്താണ് ബീച്ചിൻ്റെ അവസ്ഥയെന്നറിയാമല്ലോ, നമ്മളിതുവരെയും പോയിട്ടുമില്ല. നമ്മൾ ഹോണ്ട എറ്റാണ് ഇരിക്കുന്നത്, ഇതിലാണ് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള യാത്രകൾക്ക് ആശാനാക്കിയിട്ടില്ല കേട്ടോ. നമുക്ക് സുഖകരമായിട്ട് യാത്ര ചെയ്യാം. ഓക്കെ, അപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് ഞാനിവിടെ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് ഗൈസ്. അങ്ങനെ നമ്മൾ തുമ്പ ബീച്ചിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. തുമ്പ ബീച്ചിലോട്ട് കയറുമ്പോൾ ഇവിടെ ഒരു ചർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1978 സ്ഥാപിച്ചൊരു പഴയ ചർച്ച്. അതിൻ്റെ എന്തൊക്കെയോ സംഭവങ്ങളാണ് കാണുന്നത്. ബീച്ച് കൊള്ളാൻ കേട്ടോ, അല്ല തിരക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ നേരത്തെ കണ്ട ബീച്ചിൻ്റെ നെക്സ്റ്റ് സൈഡാണ്. അതുമായിട്ട് വലിയ ദൂരമൊന്നുമില്ല, അവിടെ നിന്ന് നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് തുമ്പ ബീച്ച് അല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. നല്ലൊരു കിടന്ന വൈബോടുകൂടിയ സ്ഥലമാണ് കേട്ടോ. കാറ്റാടി മരങ്ങളൊക്കെ ഉള്ളേക്കുണ്ട്, നല്ല രസമാണ് ബീച്ച്. ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് കറങ്ങിയിട്ട് പോവാം. അങ്ങനെ ഞാൻ അടുത്ത ഡെസ്റ്റിനേഷനായിട്ടുള്ള തുമ്പ ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. ഇത് തന്നെ ആയിരിക്കുമല്ലേ തുമ്പ ബീച്ചിൻ്റെ മെയിൻ സംഭവം. പലരും പല കണക്കിനാണ് പറയുന്നത്. ഞാനവിടെ ഒരു കടയിൽ തിരക്കിയപ്പോൾ ഇതാണ് തുമ്പ ബീച്ചിൻ്റെ മെയിനായിട്ടുള്ള സ്പോട്ട്. ഇതിൻ്റെ അപ്പുറത്തും വേറെ വഴികളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, അതുവഴിയും പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വേണ്ട മെയിൻ സ്പോട്ടാണല്ലോ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സീരിയലിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ ഉള്ള ഏരിയയാണ്. ഇടയ്ക്കിടയ്ക്ക് ലൊക്കേഷൻ ഇടാറുണ്ട്, തുമ്പ ബീച്ച് ഷൂട്ടിംഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ കുറേ വള്ളങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരുപാട് പേര് മത്സ്യബന്ധനത്തിനൊക്കെ പോകുന്ന ഒരു വള്ളം പാർക്ക് ചെയ്യുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഓക്കെ, നല്ല ഒരുപാട് വള്ളങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറേ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊള്ളാം, നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ബീച്ച് കാണാനേ വെള്ളമൊക്കെ കയറി ഒരു വല്ലാത്തൊരു എന്താ പറയുക, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണുള്ളത്. കണ്ണിന് കുളിർമയേകുന്ന ഒരു സംഭവമാണ്. നല്ല പച്ചപ്പും കാറ്റാടി മരങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നതാണ്. എന്ത് രസമെന്ന് നോക്കിയേ. നോക്കിയേ, അതിൻ്റെ അടുത്തായിട്ടൊരു ചെറിയ ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മത്സ്യബന്ധനത്തിന് പോകുന്നവർ അവരെ വലയും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഷെഡാണത്. ഇവിടെ എന്തൊക്കെയോ വന്ന് അടിഞ്ഞു കിടക്കാനുള്ള കേസ്. വല്ല കണ്ടെയ്നറിൻ്റെ എന്തെങ്കിലും സംഭവമാണോ എന്നൊരു സംശയം ഇല്ലാതില്ല. അതുകൊണ്ടോ അവിടെ ഒരു സംഭവം കിടപ്പുണ്ട് കേട്ടോ, ആ കടലിൻ്റെ ഒരു ഭാഗത്തായിട്ട്. അതേപോലെ തന്നെ ഇവിടെ ഉണ്ട് ഒരു കറുപ്പ് കാണുന്നുണ്ടോ, അത് വള്ളമാണോ കണ്ടെയ്നറാണോ എന്ന് ഡൗട്ടുണ്ട്. എന്തോ കണ്ടെയ്നറാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് അതിനടുത്ത് പോയി നോക്കാം എന്ത് സാധനം ഉണ്ടെന്നുള്ളത്. ഇത് എന്തോ ഒരു സംഭവം സൂം ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ തിര വരുന്നേ കൊണ്ട് അറിയത്തില്ല, എന്നാലും കുഴിച്ച് നോക്കി അവിടെ എന്തോ ഒരു സാധനം കടലിലേക്ക് താന്നിരിക്കുന്നതായിട്ട് കാണാം. അവിടെയൊക്കെ നല്ല ആഴമുള്ള സ്ഥലമായിരിക്കും അത്യാവശ്യം. എന്നിട്ട് പോലും ആ സാധനം അങ്ങനെ കുത്തി നിൽക്കുകയാണ്. ഓക്കെ, എന്തോ ഒരു സംഭവം സംതിങ്സ് അവിടെ ഉണ്ട് കേട്ടോ. ഈ കിടക്കുന്ന സാധനമൊക്കെ നമ്മളെ ഈ അടുത്ത് ഷിപ്പ് അപകടത്തിൽപ്പെട്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് പോയ കണ്ടെയ്നറിൽ നിന്ന് വന്ന സംഭവങ്ങളാണ് ഈ പ്ലാസ്റ്റിക് കസേര അങ്ങനെയുള്ള എന്തൊക്കെ മെറ്റീരിയൽസൊക്കെ ഉണ്ടാക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ സംഭവങ്ങളാണ് ഈ കിടക്കുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇവിടെ. ഒരുമാതിരി ചോറ് വീടൊക്കെ കിടക്കാം. ഇതൊക്കെ കണ്ടിട്ട് പക്ഷികളൊക്കെ കൊത്തി തിന്നാനുള്ള ചാൻസ് ഉണ്ട്. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ബീച്ചിൽ. ഈ ബീച്ചിൻ്റെ ഭാഗത്തായിട്ട് വലിയൊരു മെഷീനറി ഇരിപ്പുണ്ട് കേട്ടോ, വലിയ വടവും. ഇതെന്തോന്നോ കടലിൽ നിന്ന് വലിച്ചേറ്റാൻ വേണ്ടി വെച്ചേക്കുന്നതാണല്ലോ ഈ സാധനം. എന്തൊരു ഭീകരമായിട്ടുള്ള സാധനം. വലിയൊരു എഞ്ചിനും അതിൻ്റെ ഗിയർ ബോക്സൊക്കെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ബസ്സിൻ്റെ പഴയ മോഡൽ ഒരു ഗിയർ കണക്കൊരു സംഭവം അങ്ങനെ വളച്ച് വെച്ചിരിക്കുക.
എനിക്ക് തോന്നുന്നു പണ്ടത്തെ ഏതോ ലോറിയുടെ എന്തിൻ്റെയാണ് ഈ എൻജിൻ. വടം നോക്കിയേ, അമ്പോ എന്തൊരു വണ്ണമല്ലേ. കണ്ടെയ്നറിൻ്റെ അടുത്തോട്ട് പോവാണേ. ഇവിടെയൊക്കെ കിടപ്പുണ്ട് കേട്ടോ ഈ സാധനം, ഇഷ്ടംപോലെ ഉണ്ട് ഈ കണ്ടെയ്നറിനകത്ത് നിന്ന് വന്നത്. എന്തൊരു ദോഷമാണല്ലേ പ്രകൃതിക്ക്. ഇതാ ഈ മെഷീൻ്റെ ബാക്കി സംഭവമൊക്കെയാണ് ഈ കിടക്കണേ. എൻ്റെ അമ്മോ എന്തൊരു വലിയ കപ്പിയല്ലേ ഇത്. പണ്ട് നേരത്തെ എന്തിനോ വേണ്ടി ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ അത് താൽക്കാലികമായിട്ട് ഉപയോഗിക്കുന്നില്ല എന്ന് തോന്നുന്നു. എന്തൊക്കെയോ വലിച്ചു കയറ്റാൻ വേണ്ടിയൊക്കെ വെച്ചിരുന്നതാണ്. അതിൻ്റെ ബാക്കി എന്തൊക്കെയോ സാധനങ്ങളാണ് ആ കാണുന്നത്. ഞാൻ ഇപ്പോൾ അവിടെ ഒരു കണ്ടെയ്നർ കിടപ്പുണ്ടെന്ന് പറഞ്ഞല്ലോ, അങ്ങോട്ട് പോവാണ്. ഒന്ന് പോയി നോക്കിയിട്ട് വരാം എന്താണ് സംഭവം എന്നുള്ളത്, കണ്ടെയ്നറിൻ്റെ അവസ്ഥ നോക്കിയിട്ട് വരാം. കടലിൽ നിന്നും വന്നരഞ്ഞ് കിടക്കുന്ന ഒരു പഴയ മരത്തടി കഷ്ണം. ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഇരിക്കുന്നില്ലേ, ഇവരെന്താണ് ഒരു പ്രത്യേക ഡ്രസ് കോഡൊക്കെ ഇട്ടുകൊണ്ട്, എന്താണെന്ന് അറിയാൻ വയ്യ. ഇവിടെ എന്തോ ഒരു സംഭവമുണ്ട്, അതിന് വേണ്ടിയൊക്കെ വർക്ക് ചെയ്യാൻ വന്ന ആരും ആണ്. ഇവിടെയൊക്കെ നന്നായിട്ട് തിര കയറുന്നുണ്ട് കേട്ടോ. ഞാൻ നോക്കിയിട്ടാണ് നടക്കണേ. തിര എപ്പോഴാണെങ്കിലും ഇതിനകത്തോട്ട് കയറി വരാം. ഇവിടെയൊക്കെ തിര അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ പോകുന്നതെന്ന് പറഞ്ഞാൽ കണ്ടെയ്നർ കിടക്കുന്നുണ്ടല്ലോ, ജസ്റ്റ് അവിടം വരെ ഒന്ന് പോയി നോക്കിയിട്ട് വരാൻ വിചാരിച്ചു. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാകുന്ന അറിയാനേ. അതിനകത്തൊന്നും കാണത്തില്ല, കാലിയാവാനേ ചാൻസ് ഉള്ളൂ. എന്തായാലും ഇവിടം വരെ എത്തിയില്ലേ. എറണാകുളത്ത് മറിഞ്ഞ സാധനം കടൽ മൊത്തം വ്യാപിച്ചു എന്നുള്ളതാണ്. അവിടെയൊക്കെ ഉണ്ട് കേട്ടോ ആ പ്ലാസ്റ്റിക്കിൻ്റെ അംശം. കക്കേര തോടിൻ്റെ കൂടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ പൊടിയുണ്ട്. ഇവിടെയൊക്കെ കല്ലോ എന്തൊക്കെ തെളിഞ്ഞ് കാണുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ ഭിത്തിയോ എന്തോ ഉണ്ട്. അതാ വെള്ളം എന്താ കയറി വരുന്നുണ്ട്. വരണ വരക്കം കണ്ടോ, നല്ല പാല് പോലെ വരിക. അങ്ങനെ നമ്മൾ കണ്ടെയ്നറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കണ്ടെയ്നർ ഇവിടെയുണ്ട്. അതിങ്ങനെ തല തിരിഞ്ഞാൽ കിടക്കണേ, അതിനെക്കൊണ്ട് അടിഭാഗത്ത് വ്യക്തമായിട്ട് കാണാൻ പറ്റും അതിനകത്ത് വല്ല ഉണ്ടോ ഇല്ല എന്നുള്ളത്. ഈ കണ്ടെയ്നറൊന്നും ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ ചാൻസ് ഇല്ലെന്നാണ് തോന്നുന്നത്. ഇതൊക്കെ ഇനി ഇവിടെ കിടന്ന് ഇങ്ങനെ ദ്രവിച്ച് തീരും കരയിൽ കിടന്നിട്ട്. ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം ലീക്കായി പോയി കാണും. എന്തായാലും ഇവിടെ വന്നിങ്ങനെ തറഞ്ഞിരിക്കുകയാണ് നല്ല പരുവത്തിൽ. നമ്മൾ നേരത്തെ കണ്ട മിഷ്യൻ കൊണ്ടുവച്ച് കെട്ടി വലിക്കാന്നുണ്ടെങ്കിൽ സുഖമായിട്ട് കാത്തെടുക്കാം, ഇങ്ങോട്ട് കയറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനിയും വേറെ കണ്ടെയ്നർ ഈ പരിസരത്ത് ഉണ്ടാവും കേട്ടോ. അവിടെ തിര ഒന്നും അടിച്ചിട്ട് എന്തോ ഒരു ശബ്ദമെന്നറിയോ, ഒരുമാതിരി എന്തോ പൊട്ടി തെറിക്കി നടക്കാനുള്ള പവറാണ്. അതിനകത്ത് വല്ലതും ഉണ്ടോയെന്നറിയില്ല. എന്തായാലും അടിഭാഗത്തൊന്നും ഹോളും കാര്യങ്ങളൊന്നുമില്ല. തിര അടിച്ച് അങ്ങനെ ഒരു പരുവത്തിലായി. ദ്രവിച്ചിരിക്കുന്നതല്ലേ. കപ്പലിൽ യാത്ര ചെയ്ത് എപ്പോഴും ഉപ്പിൻ്റെ തൊള്ളയൊക്കെ ഉണ്ടേ പെട്ടെന്ന് പൊളിയും. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ തിരിച്ചു പോകണം. ഈ കണ്ടെയ്നർ നോക്കാൻ വേണ്ടി മാത്രം ഞാൻ വന്നതാണ് കേട്ടോ. ഫസ്റ്റ് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ബീച്ചിൻ്റെ ആ ഫ്രണ്ടിൽ കാണിച്ചൊരു സംഭവം ഉണ്ടല്ലോ, അതിവിടെ ഇങ്ങനെ തറഞ്ഞിരിക്കുകയാണ്. അത് കുറച്ചങ്ങ് താഴോട്ടാണെന്നേ ഉള്ളൂ. ഗൈസ് ഇത് കണ്ടോ, കണ്ടെയ്നർ ചപ്പാത്തി ആക്കിയെന്നാണ് തോന്നട്ടെ. ഇതെന്താ സംഭവം? എൻ്റെ പൊന്നെ, ഇതിപ്പോൾ കണ്ടെയ്നർ തന്നെയല്ലേ? ഞാൻ കണ്ടെയ്നർ എന്ന് പറഞ്ഞാണ് ഇങ്ങോട്ട് വന്നത്. കണ്ടിട്ടൊരു ചപ്പാത്തി പരുവത്തിലിരിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. ഇത് കണ്ടെയ്നർ അല്ല, ഇത് ഏതോ ഒരു ബോട്ടിൻ്റെ അസ്ഥി കൂടമാണ് കേട്ടോ. ഫിഷിങ്ങിന് പോകുന്ന ബോട്ടിനെ അടിച്ച് ഈ പരുവത്തിലാക്കിയിരിക്കുക. ബോട്ട് ഇതാ ഈ ഒരു പരുവത്തിലാണ് ഉള്ളത്. എന്തോ ഒരു വലിയൊരു ബോട്ടല്ലേ. കടലിൻ്റെ ഓരോ കളികൾ. ഞാൻ വിചാരിച്ചത് കണ്ടെയ്നർ ആയിരിക്കുമെന്ന്. നോക്കൂ എന്താണ് ബോട്ടിൻ്റെ അവസ്ഥ എന്നുള്ളത്. അടുത്തോട്ട് നിൽക്കാൻ പറ്റത്തില്ല, തിര അടിച്ച് മണ്ടക്കട കയറാണ്. എന്നാൽ ഈ ഗതിയാക്കി കളഞ്ഞല്ല എൻ്റെ പൊന്ന് കടലമ്മേ. പാവപ്പെട്ട് ജീവിക്കാൻ പോണ
കടൽ ജീവനക്കാരെ ഈ പരുവത്തിലാക്കി തന്നെയാണ് അല്ലേ. ഓ ഇവിടെ നമ്മൾ വിചാരിക്കുന്നതൊക്കെ അത്ര ഈസി സ്ഥലമല്ല കേട്ടോ. ഇത് നല്ല രീതിയിൽ തിരയടിക്കുന്ന ഭാഗമുണ്ട്. നോക്കിയില്ലെങ്കിൽ പണി കിട്ടുക. തിരേൻ്റെ ബാക്കിൽ നിന്ന് വരുവാണ്. പക്ഷെ എൻ്റെ പൊന്നെ ഈ ബോട്ട് പകുതി കൂടുതലും മണ്ണിൻ്റെ അകത്ത് തറഞ്ഞിരിക്കുകയാണ്. ഇതുണ്ടോ, ഈ ബോട്ട് പകുതി കൂടുതലും മണ്ണിൻ്റെ പുറത്ത് ഇങ്ങനെ തറഞ്ഞിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുന്നേ എങ്ങോട്ട കടലിൽ അകപ്പെട്ടതാണ്. ഇപ്പോൾ ഈ അടുത്തെങ്ങോട്ട് ഇവിടെ കൊണ്ടുവന്ന് അടിച്ച് കയറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ പൊളിച്ചുകൊണ്ട് പോകാൻ ആക്രിക്കാർക്കല്ലേ, കുറേ ഉണ്ടാവും. ഈ കാണുന്ന ബോട്ട് ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 കൊല്ലമാവും കേട്ടോ. മറ്റേ ഓഖി ഉണ്ടല്ലോ, ഓഖി കൊടുങ്കാറ്റൊക്കെ അടിച്ച സമയത്ത് വന്ന് അടിഞ്ഞതാണ് ഇവിടെ. അവിടെ ഇരിക്കുന്ന മിഷനറി കാര്യങ്ങളൊക്കെ ഇത് വലിച്ചേറ്റാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. പക്ഷെ പരാജയപ്പെട്ടു പോയി. അതും അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇത് ഭയങ്കരമായിട്ട് താന്നിരിക്കുകയാണ്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഇതിൻ്റെ ഈ വലയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നതാണ്. ഇത് പൂർണ്ണമായിട്ടും മണലിൻ്റെ അടിയിൽ പുതഞ്ഞിരുന്നു. ഇപ്പോൾ ഈ തിരമാല ഒന്ന് അടിച്ചടിച്ച് കുറച്ച് ഭാഗം മുകളിലോട്ട് ഇങ്ങനെ കയറി വന്നതാണ് കേട്ടോ. അങ്ങനെ വലിച്ചേറ്റാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തി പരാജയപ്പെട്ടത്. ഈ തിരയടിക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ ബോട്ട് നിൽക്കുന്ന ഭാഗങ്ങളാണ്. ഇനിയും ശ്രമങ്ങൾ തുടരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഒരുപാട് ശ്രമങ്ങൾ പരാജയപ്പെട്ടു പോയതിനെ കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് അവർ. അപ്പോൾ ഞാൻ തിരിച്ച് നടക്കുകയാണ്. ഞാൻ തുമ്പ ബീച്ചിൽ നിന്ന് പോയിട്ട് അടുത്ത ജസ്റ്റ് നമുക്ക് ബീച്ച് റോഡേ വേറെ ഏതെങ്കിലും സൈഡൊക്കെ ഒന്ന് പോയി നോക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ തുമ്പ ബീച്ചിലോട്ട് വിട്ട പറഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് കേട്ടോ. ഓക്കെ, നല്ല സൂപ്പർ വൈബായിട്ടുള്ള ഒരു ബീച്ച് തന്നെയാണ്. നമ്മൾ സെയിം ഈ റോഡിൻ്റെ അതേ സെയിം ആയിട്ട് വേളിയിലേക്ക് ട്രെയിൻ പോവാണ്. വേളി റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ വേളി ഭാഗത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തുമ്പയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാനിപ്പോൾ വേളി ഭാഗത്തോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ പോകാൻ ഉദ്ദേശിക്കേണ്ട ഇതുപോലുള്ള ഒരു റോഡ് വഴിയാണ്. നമ്മൾ ഈ വന്ന വഴിയിൽ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചില്ല എന്താണെന്നുള്ളത്. നമ്മൾ തുമ്പയിൽ നിന്ന് വേളിയിലോട്ട് വരുന്ന വഴിക്ക് ഉള്ള ഒരു സംഭവമുണ്ട്. ഇതാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം ക്ലബ്ബ് പാർക്ക് എന്ന് പറഞ്ഞ് ഉള്ള സംഭവം. ഇത് ഇവിടെ ആക്റ്റീവ് ആണോ ഒന്നും അറിയാൻ വയ്യ. ഞാൻ പല സമയങ്ങളിലും പോകുമ്പോൾ ഈ ഒരു പാർക്ക് ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. അതിനെക്കൊണ്ട് ഇന്നിപ്പോൾ വന്നപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചാണ്. ഇത് വർക്കിംഗ് ആണോ അല്ലേന്ന് എനിക്കറിയത്തില്ല. ഒൺലി ഫോർ കൊച്ചിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കിഡ്സ് എൻ്റർടൈൻമെൻറ്റ്, സൈക്ലിങ്, ഹെൽത്ത് ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നഴ്സറി ഉണ്ട്, പിന്നെ കഫ്റ്റേരിയ, അതാണ് ഈ ഫ്രണ്ടിൽ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ ഈ റോഡ് ഇങ്ങനെ വരുമ്പോൾ ആ റോഡിന് സമാന്തരമായിട്ട് കുറച്ച് ദൂരത്തേക്കാണ് ഈ ഒരു സംഭവമൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തായാലും കൊള്ളാം അല്ലേ. നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ശംഖുമുഖമാണ്. ശംഖുമുഖം വരെ ചെന്ന് ആ സംഭവം കൂടെ കണ്ടു നിർത്താമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ നിൽക്കുന്നത് വേലി ടൂറിസ്റ്റ് വില്ലേജിൻ്റെ ഫ്രണ്ടിലാണ്. ഇതൊന്നും കയറുന്നില്ല. നല്ല അടിപൊളി ഏരിയ ആയിക്കൊണ്ടിരിക്കുക കേട്ടോ വേളിയൊക്കെ.
നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടുള്ള ശംഖുമുഖം ബീച്ചിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ഒരു സൈഡ്. കാരണം ബീച്ച് വളരെ വിഷയത്തിലാണ്. ഇവിടെയൊക്കെ തിരമാല അടിക്കുകയാണ് ഗൈസ്. ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ, ഭയങ്കരമായിട്ട് തിരമാല അടിക്കുക. അതിനെ കൊണ്ട് മാറ്റാം, മാറിപ്പോവാം. അതെ അമ്മോ, ഇതാ ഈ ഒരു സൈഡ് കണ്ടില്ലേ, ഫുള്ള് ഇങ്ങനെ റിബണൊക്കെ ഇട്ട് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക പോലീസ്. അതായത് നമ്മൾ വരാനും പോകാനും ഇപ്പോൾ ഈ ഒരു വഴിയേ ഉള്ളൂ. നോക്കാതെ വന്നാൽ പണിയാവുകയും ചെയ്യും. നമുക്കല്ല അങ്ങ് ലാസ്റ്റ് പോയിട്ട് കാണാം. അവിടെയൊക്കെ ഫുള്ളായിട്ട് വിഷയമാണ് കേട്ടോ. എന്താ ചെയ്യുക, ഇപ്പോൾ വൈകുന്നേരമൊക്കെ നല്ല തിരക്കാവുമ്പോഴേ ഇവിടെ പോലീസൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ടാവും. ഇവിടെ ഇപ്പോൾ സിറ്റിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഓക്കെയാണ്. പക്ഷേ അങ്ങേ അറ്റം ഓഫീസിൻ്റെ സൈഡ് കുറച്ച് കാണേണ്ടതാണ്. മൊത്തം പുളങ്ങിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാം. അങ്ങനെ ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ ശംഖുമുഖം ബീച്ചിൻ്റെ ഫ്രണ്ട് സൈഡിലിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ, എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ശംഖുമുഖത്തെ എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ പാർക്കിങ്ങാണ് വിഷയം. റോഡ് ഒരു സൈഡ് വിഷയം ആയതിനെ കൊണ്ട് ഇപ്പോൾ അങ്ങൊന്നും പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. വണ്ടികളൊക്കെ കൊണ്ടുവരുന്നവരെന്നൊക്കെ പൈസകളൊക്കെ നല്ലോണം പിടിച്ച് വാങ്ങിക്കുന്നുണ്ട്. ആർട്സ് ഗാലറി ഓപ്പൺ ആയിട്ടില്ല തോന്നുന്നു കേട്ടോ. എന്തൊക്കെയോ സംഭവങ്ങൾ വരുന്നുണ്ട്, കുറേ സംഭവങ്ങൾ വന്നു. നല്ല ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതിനെ കൊണ്ട് അങ്ങനെയൊക്കെയുള്ള ഉപയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് മുമ്പ് കയറിയിട്ടുണ്ട്. മുമ്പൊരു വീഡിയോ ഞാൻ ചെയ്തതാണ് അതിനകത്ത്, നൈറ്റ്. അപ്പോൾ നമുക്ക് നടന്നിട്ട് ആ ബീച്ചിൻ്റെ ഫ്രണ്ട് ഭാഗത്തോട്ട് പോകാം. അവിടെ മൊത്തം കുഴപ്പമാട്ടോ. നമ്മളാ പഴയ ഒരു വൈബൊക്കെ വീണ്ടും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് പണിയും, ഇടയ്ക്കിടയ്ക്ക് വീണ്ടും പോവും. ഇത് ട്രിവാൻഡ്രം എയർപോർട്ടിൻ്റെ എയർഫോഴ്സിൻ്റെ ഒരു സെക്ഷനാണ്. ഇവിടെ അവർ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. റിപ്പയറിങ് സെൻറ്ററും എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതാ ഇവിടെ ആയിട്ട് ഒരു വലിയ ഫ്ലൈറ്റ് കിടപ്പുണ്ട് കേട്ടോ. അതിൻ്റെ ചിറകിൻ്റെ ലാസ്റ്റ് മാത്രം കാണാം. വൈകുന്നേരം ഒരു 4:30 മണിയാവുന്നേ ഉള്ളൂ. അതിനെ കൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. അമ്മച്ചിമാർ മീനൊക്കെ കൊണ്ടുവന്ന് ഇവിടെ സെറ്റ് ആവുകയാണ്. നല്ല ഫ്രഷ് മീനൊക്കെ ആയിരിക്കും. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ. കുറച്ചുകൂടെ അടുത്തെത്തുമ്പോഴാണ് വിഷയം. കംപ്ലീറ്റ്ലി ശംഖുമുഖം വീണ്ടും കുറേ കടലെടുത്തു. ഒരു രക്ഷയില്ല. ഇവിടെ ബീച്ച് ഇടയ്ക്ക് വരും, ബീച്ച് ഇടയ്ക്ക് പോകും. ഇങ്ങോട്ട് ചേർന്ന് വരാനൊന്നും പറ്റത്തില്ല. ഇപ്പം കടലടിച്ച് നനയ്ക്കും. അതിൻ്റെ ഇടയ്ക്ക് വെള്ളം കിടക്കണുണ്ടോ, ഷിപ്പിൽ നിന്ന് പോയ സാധനം എല്ലാ ബീച്ചിലും ഉണ്ട് കേട്ടോ. ഒരു രക്ഷയും ഇല്ലാത്ത സംഭവമാണ്. ഇവിടെ നിന്നാൽ കുളിക്കേണ്ടതായിട്ട് വരും. അതിനെക്കൊണ്ട് ഞാനിവിടെ നിൽക്കുന്നില്ല. ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമോ അറിയാൻ വയ്യ. അവിടെയൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്നേ കൊണ്ടേ നേരത്തെ നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമായിരുന്നു. ഇപ്പം ഇതാണ് കേട്ടോ ശംഖുമുഖത്തിൻ്റെ അവസ്ഥ. ഇതാണ് മെയിനായിട്ടുള്ള സ്പോട്ടെന്ന് പറയുന്നത്. ഈ സ്പോട്ടൊക്കെ ഇപ്പം
ആൾക്കാർക്ക് ഇറങ്ങാൻ പറ്റത്തില്ലെന്നേ, ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ ലൈഫ് ഗാർഡിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ ആരും ഇറങ്ങൂല, ആ പരുവത്തിലായി. ഇവിടെയൊക്കെ നേരത്തെ ആൾക്കാർക്ക് ഇറങ്ങി പോകാൻ പറ്റുമായിരുന്നു, നല്ല അത്യാവശ്യം ബീച്ച് സെറ്റപ്പൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല, കംപ്ലീറ്റ് കണ്ടില്ലേ, വെറും വേസ്റ്റാണ്. വേസ്റ്റ് കംപ്ലീറ്റ് അടിച്ച് ഇവിടെയൊക്കെ കൊണ്ടിട്ടിരിക്കുകയാണ്. പിന്നെ തൊട്ടപ്പുറത്തായിട്ട് നമ്മുടെ കോഫി ഹൗസ് കാണാം. ആൾക്കാരൊക്കെ വരുന്നവർ ആ കോഫി ഹൗസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ നോക്കുകയാണ്, അത്രേ പറ്റത്തുള്ളൂ. പിന്നെ ഇവിടുത്തെ പാർക്ക് ഇപ്പോൾ ഒരു വൈബാണ്. ഈ സമയത്തൊക്കെ പാർക്കിലിരിക്കാനൊക്കെ ഉള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെയൊക്കെ ആൾക്കാർക്ക് ഇരിക്കാം. ബീച്ചിലേക്ക് നോക്കി ഇങ്ങനെ കുറേ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ വേറെ എന്തോ സംഭവം പണിഞ്ഞുകൊണ്ടിരിക്കുന്നു, സ്റ്റേജോ എന്തോ ആണെന്ന് തോന്നുന്നു. കുറേ റെസ്റ്റോറൻറ്റും സംഭവങ്ങളൊക്കെ ഉണ്ട്, കുറേ അല്ല, കുറേശ്ശെ. പിന്നെ ഈ ഒരു ഏരിയ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഈ സംഭവങ്ങളിലൊക്കെ ഇരിക്കാം. ഒരു 5 മണിക്ക് ശേഷമൊക്കെ, 5 മണിയായി എന്നിട്ടും വെയിൽ പോകുന്നില്ല. ഒരു 8 മണി വരെയൊക്കെ നല്ല സെറ്റപ്പ് ആയിരിക്കും, ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്. കോഫി ഹൗസിൻ്റെ ഒരു വൈബ് വേറെ സംഭവമാണ് കേട്ടോ. അതിന് എത്ര വർഷം കഴിഞ്ഞാൽ ആ ഒരു വൈബിനെ കടത്തി വിട്ടുന്ന വേറൊരു സംഭവമില്ല. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കാമെന്ന് പറഞ്ഞാൽ എത്ര തലമുറ ഇരുന്ന് പോയതാണല്ലേ. എത്രയോ മഹാരഥന്മാർ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ചായ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആകെ ഈ ഒരു സ്പോട്ട് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെയും കാട്ടി എത്രയോ വലുതായിരുന്നു നമ്മുടെ ശംഖുമുഖം ബീച്ച്. ഒരുപാട് നമുക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ തീർന്നു, ശംഖുമുഖം എന്ന് പറയുന്നത് അങ്ങ് അവസാനിച്ചു എന്ന് പറയാം. ഞാനങ്ങനെ കോഫി ഹൗസിനകത്ത് കയറി ഒരു കോഫിയൊക്കെ കുടിച്ച് പതുക്കെ ഇവിടെ നിന്ന് വണ്ടി വിടാമെന്ന് വിചാരിക്കുകയാണ്. ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ നോക്കുന്ന ഒരു വല്ലാത്തൊരു ബ്യൂട്ടി ആട്ടോ ഇത്. കടലിങ്ങനെ നോക്കിയിരുന്ന് അല്ലേ, എത്ര ഫുഡ് വേണമെങ്കിലും കഴിക്കാം. അതൊരു വല്ലാത്ത വൈബാണ്.